ഹായ് ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയ കുറച്ച് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് അടികട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓർ ഓയിൽ അവരവരുടെ ഇഷ്ടം പോലെ അത് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ 3 ബിഗ് സൈസ്ഡ് അല്ലെങ്കിൽ ഒരു 4 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്യാം. മാക്സിമം നൈസായിട്ട് സ്ലൈസ് ചെയ്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. നമുക്കപ്പോൾ പറ്റുന്ന രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക് നടുകീറി വെച്ചത് ആഡ് ചെയ്യാം. പിന്നെ ഒരു 4 തണ്ട് വേപ്പിൻ്റെ ഇല അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നില്ല, കാരണം ഇതൊന്ന് സോട്ടായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. സോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എല്ലാം ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യണ ടൈമിൽ ഒരു ഹറിബറി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നൈസായിട്ടൊന്ന് സോട്ടഡായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചതച്ച് വെച്ചതും ഒരു 10-12 വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതും അതിലേക്ക് ആഡ് ചെയ്യാം. ബേസിക്കലി എല്ലാ നോൺ വെജ് റെസിപ്പീസിൻ്റെയും ഈ റോസ്റ്റിൻ്റെ ഒക്കെ റെസിപ്പി കമ്പാരിറ്റീവ്ലി സെയിം ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. സോ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് തന്നെ പിന്നെ എല്ലാം കുക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ഈസി ആയിട്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് അത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാൽ നന്നായിട്ട് അടി പിടിക്കും, കരിയും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പം അത് നന്നായിട്ടൊന്ന് സോട്ടഡായി കിട്ടി പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ സ്പൂണിൻ്റെ അളവ് നോക്കണ്ട, ഒരു 5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 4.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും നമുക്ക് ആഡ് ചെയ്യാം ആദ്യം. പിന്നെ നമുക്കൊരു 1/2 to 1/4 നമ്മുടെ ഇഷ്ടമാണ് അത്രയും ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഇത്രയും പൗഡേഴ്സ് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിയും. സോ ഇത് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം അതിനുശേഷം അത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമ്മളതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പച്ചമണം പോണേക്കാളും മുന്നേ നമ്മൾ വേറെ ഒന്നിനെ ആഡ് ചെയ്യരുത്. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി അതൊന്ന് സോട്ടഡായി വന്നാൽ നമുക്കൊരു 4 ചെറിയ സൈസിലുള്ള തക്കാളി എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. അതൊന്നും പ്രശ്നമല്ല, എങ്ങനെ ആയാലും വിരോധമില്ല. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. തക്കാളി ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഒരു വാട്ടർ കണ്ടൻറ്റ് വന്നല്ലോ. നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം എന്നൊരു മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ വെക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ ഓഫ് ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്തു. ഉപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബേസിക്കലി ഈ തക്കാളി നമുക്കിതിലേക്കൊന്ന് ബ്ലെൻഡഡ് ആയിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി അതിലേക്ക് നന്നായി ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു 1/2 kg പ്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രോൺസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോൺസിൻ്റെ എല്ലാ സൈഡിലേക്കും മസാല എത്തുന്ന രീതിയിൽ നമ്മൾ പ്രോൺസും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാവാം. അപ്പോൾ എല്ലാ സൈഡിലും മസാലയൊക്കെ നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കുക, മിക്സ് ചെയ്യുക. മസാല ഒന്ന് എല്ലായിടത്തേക്കും എത്താൻ വേണ്ടി വെള്ളം അതിൽ ഫുള്ളി മിക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ വെള്ളം ഒറ്റയടിക്ക് ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പറ്റുന്ന അത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഒന്ന്
നോക്കിയിട്ട് പിന്നെ നമ്മൾ ഫുൾ ആഡ് ചെയ്തു. ഒരു 1 കപ്പ് വെള്ളം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. വല്ലാതെ കുറവാണെങ്കിൽ മാത്രം ഇപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊന്ന് വറ്റിയതിന് ശേഷം ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു പ്രോൺസ് മറന്നു വെച്ചതാണെന്ന് തോന്നുന്നു, അപ്പോൾ അത് അതിൽ കിട്ടതാണ്. ഡോണ്ട് മൈൻഡ്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാം, ബട്ട് ഇടയ്ക്ക് വന്നിട്ട് ഇളക്കി നോക്കണം. അല്ലെങ്കിൽ അടി കരിയും, അടിയിൽ പിടിക്കും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. സോ ഫ്ലെയിം മീഡിയം ആണെങ്കിൽ അത്രയും റിസ്ക് ഇല്ല. ഹൈ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് ലിഡ് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിടുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾക്ക് പ്രോൺസൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് വേവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് വറ്റിക്കാം. നമുക്ക് കുറച്ചധികം വെള്ളമുള്ളതുകൊണ്ട് ഒരു റൗണ്ടും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇതേപോലെ വന്ന് തുറന്ന് നോക്കുക, ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരു തവണ രണ്ടാമത് സോൾട്ട് ആഡ് ചെയ്തല്ലോ, ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുള്ള സ്ഥിതിക്ക് നമുക്കിനി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. അപ്പോൾ തുറന്ന് വെച്ച് വേവിച്ചാൽ മാത്രമാണ് വെള്ളം വറ്റുള്ളൂ. ഇനി തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിടുമ്പോൾ എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ടി വരും, ഇല്ലെങ്കിൽ എന്തായാലും കരിയും, അടിയിൽ പിടിക്കും. ഒരു വിധം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് മല്ലിയില ആഡ് ചെയ്യാം. കുറച്ച്, അത് ഇതിലേക്ക് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഗുണമൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയില നമ്മൾ ഈ ഒരു പരുവാകുമ്പോൾ ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കണം അത്രത്തോളം ഡ്രൈ ആക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം, സോ നമ്മളിവിടെ നിർത്തായതുകൊണ്ട് ലാസ്റ്റ് കുറച്ചും കൂടെ മല്ലിയില ആഡ് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ മൂടി വയ്ക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.